ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹീരാസ് ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ ക്യാൻഡിയാണ്. വളരെ സിമ്പിളും അതോടൊപ്പം നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണിത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ആപ്പിൾ ക്യാൻഡി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. പ്രധാനമായും നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ്ഡ് ആപ്പിൾസ് ആണ്. ക്യാൻഡി തയ്യാറാക്കുന്നതിന് മുൻപ് ഏകദേശം 3/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അടുത്തതായി ഒരു പാനിൽ 1 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഒന്ന് വേവിക്കാൻ പോവുകയാണ്. ഒരടപ്പ് വെച്ച് അടച്ച് ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിക്കാം. ആപ്പിൾ നന്നായി വെന്തുടഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്ത ശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞു. കുറച്ച് തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല. അടുത്തതായി നമ്മൾ ഏത് മോൾഡിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അത് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് മോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഒരു പാനിലേക്ക് നമ്മൾ അരച്ചെടുത്തിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജലാറ്റിൻ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം തിക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന മോൾഡിലേക്ക് ഒഴിക്കാം. ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഏകദേശം 12 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിരിക്കും. ഇനി ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ആപ്പിൾ ക്യാൻഡി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe.
Please subscribe, like, share, and comment. Watch more videos.